ഞാനൊന്ന് ചോദിക്കട്ടെ, ചില ആൾക്കാരൊക്കെ പറയലുണ്ട്, സാറേ നിങ്ങൾ ഈ പറയുന്ന പോലെ ഖബറിന്റെ അകത്ത് ശിക്ഷയുണ്ടെങ്കിൽ അവർ മാത്രം അങ്ങനെ അങ്ങ് അറിഞ്ഞാൽ മതിയോ? ആ മണ്ണിന്റെ മുകളിൽ ജീവിച്ചിരിക്കുന്നത് നമ്മൾ കൂടി അറിയണ്ടേ? എമ്മാടികളെയും ധിക്കാരികളെയും കള്ളുകുടിയന്മാരെയും പെണ്ണുപിടിയന്മാരെയും കൊണ്ടുപോയി ഖബറടക്കി കഴിഞ്ഞാൽ ആ ഖബറിന്റെ അകത്ത് അദാബുണ്ടോ എന്ന് എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുക എന്ന് ചോദിക്കുന്നവരെ, എങ്ങനെയാണ് ഞങ്ങളെ വിശ്വസിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരെ, നിങ്ങൾ ആലോചിച്ചു കൊള്ളുക. കർണാടകയിലെ സുല്ലിയിലുള്ള കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ട് പറയുകയാണ്, ഷഹീദ് സാഹിബിനോട്, GM ഷാഹിദ് സാഹിബിനോട് പറയുകയാണ്, ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും വൃത്തികെട്ടവനായ, ഏറ്റവും കള്ളുകുടിയനായ, പെണ്ണുപിടിയനായ, ഒരുപാട് തിന്മകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവനായ ഒരു മനുഷ്യനങ്ങ് മരണപ്പെടുമ്പോൾ അയാളുടെ ഖബറിന്റെ അകത്ത് ഒരു ക്യാമറ ഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് പുറത്ത് നമ്മൾ വലിയ LCD വെക്കും. ഇന്നിപ്പോ ഈ പ്രസംഗത്തിന് വെച്ചിരിക്കണ പോലെ വലിയ LCD വെക്കും. എന്നിട്ട് ഖബറിന്റെ അകത്ത് നടക്കുന്ന സർവ്വകാര്യങ്ങളും LCDയിലൂടെ പുറത്ത് കാണും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമോ? അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകും? ഒരു സംശയമില്ല ഉണ്ടാവും. കാരണം എന്തെന്നറിയോ? ഇന്ന് അങ്ങനെ ധാരാളം യന്ത്രങ്ങളും മെഷീനും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഖബറിന്റെ അകത്ത് എന്ത് നടന്നാലും പുറത്തറിയണം. ആ മയ്യത്തൊന്ന് ചലിച്ചാൽ, മയ്യത്തിന്റെ കഫംപുടവയിലും മണ്ണ് പറ്റിയാൽ, മയ്യത്തിന്റെ പുറത്തൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു പോയാൽ അതൊക്കെ നമുക്ക് പുറത്ത് സ്ക്രീനിലൂടെ കാണണം. ആ രീതിയിൽ. അപ്പോ സാഹിബ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അനുവാദം തരികയാണ്, പള്ളിയിൽ ഉസ്താദുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച്. എനിക്കും അതൊന്നും അറിയാലോ, കുറെ ഉസ്താദന്മാരുടെ കൂടെ ബാക്കവിയുടെ കൂടെ ഒക്കെ കുറെ പ്രസംഗം കേട്ടു. കാസർഗോഡ് എവിടെ വാത് വരാൻ വന്നാലും മൂപ്പരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുറെ വാത് കേട്ടതാ, ഖബറും പരലോകവും പാമ്പും തേടും ഒക്കെ അതൊക്കെ ഒന്നും ഉണ്ടോന്നും അറിയാലോ. എന്തായാലും നിങ്ങൾ ക്യാമറ വെച്ചോളാൻ പറഞ്ഞു. എല്ലാവരും കൂടി പള്ളിയുടെ വലിയ ഗ്രൗണ്ടിൽ സ്ക്രീനൊക്കെ വെച്ചു. ആ നാട്ടിലെ ഏറ്റവും വലിയ തെമ്മാടി, നരകം എന്ന് പറഞ്ഞാൽ നരകം പോലും നാണിച്ചു പോകുന്ന സ്വഭാവമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കൊണ്ടുവന്ന് അടക്കി. സഹോദരിമാരൊക്കെ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചിരിക്കാനുള്ള സൗകര്യം, കള്ളുകൂടിയന്മാരൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ആടി നിൽക്കണം. വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് അറിയാലോ, ഇല്ലെങ്കിൽ പിന്നെ നാളെ ഡിസംബർ 31 ഇനി അങ്ങോട്ട് അടിച്ചു പൊളിക്കാലോ. അങ്ങനെ വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ സ്ക്രീനകത്ത് വന്നു. ആദ്യം പള്ളിയിലെ ഉസ്താദിനെ പിടിച്ച് ഫ്രണ്ടിൽ ഇരുത്തി. കാരണം മൂപ്പരാണ് ഖബറെന്ന് പറഞ്ഞ് ഭയങ്കര പ്രസംഗമാണ്, വിപ്ലവ പ്രസംഗം. കസേരട്ട് അവിടെ എടുത്ത് കണ്ടോളിന്ന് പറഞ്ഞു. നമുക്ക് പള്ളി കമ്മിറ്റിക്കാരുണ്ട്, ഖബർ വെട്ടാൻ പോണവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഖബർ വെട്ടാൻ പോണവരൊക്കെ സിനിമാ പാട്ട് പാടിയാ വെട്ടണം. എന്നാലും ഇപ്പോ അങ്ങനെ അവരും വന്ന് ഫ്രണ്ടിരുന്നു. എന്താണെന്ന് അറിയണമല്ലോ, എല്ലാവരും വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ധിക്കാരിയായ മനുഷ്യനെ ഖബറടക്കി. ഖബറിന്റെ അകത്ത് ഈ കഫൻ തുണിയുടെ അകത്ത് ക്യാമറയൊക്കെ വെച്ച്, വയറൊന്നുമില്ല, അതിനകത്ത് എന്ത് നടന്നാലും പുറത്ത് കാണും. ഇന്ന് പിന്നെ അങ്ങനെയാണല്ലോ സജ്ജീകരണം. പേനയ്ക്കകത്ത് ക്യാമറ വെച്ചുകൊണ്ടല്ലേ പല നേതാക്കന്മാരെയും പല വിഷയത്തിൽ കൊടുക്കുന്നത്. പോട്ടെ, അതിലേക്കൊന്നും കിടക്കുന്നില്ല. അങ്ങനെ ഈ മനുഷ്യന്റെ ഖബറടക്കം സ്ക്രീനിലൂടെ കാണുകയാണ്. സഹോദരിമാരെല്ലാവരും വന്നു, കണ്ടോളണം, ഇന്ന് തന്നെ കണ്ടോളണം. എന്തെങ്കിലും അതാബുണ്ടെങ്കിൽ നമുക്ക് ഇന്നറിയാം, ഇല്ലെങ്കിൽ നാളെ എന്റെ പർദ്ദയൊക്കെ വാരിയിട്ട് കത്തിച്ചിട്ട് 1.5 മീറ്ററുമായിട്ട് ഞാനങ്ങ് ഇറങ്ങൂലേ. സഹോദരിമാർക്ക് വലിയ തീരുമാനത്തിലാണ്. സ്ക്രീനിലൂടെ നോക്കുകയാണ്. അടക്കി മണിക്കൂറുകൾ കഴിഞ്ഞു. 3 ചുവട്ടടി വെക്കുമ്പോ മുൻകർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചോദിക്കാം. 3 ചുവട്ടടി വെക്കുമ്പോ മുൻകർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചോദിക്കാൻ വരും. നമ്മൾ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. 3 ചുവട്ടടി കഴിഞ്ഞ് 300 ചുവട്ടടി വെക്കാനുള്ള സമയമായി. മലക്കുകളൊന്നും വന്നില്ല. സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുസ്ലിയാരിരുന്ന് വിയർക്കാണ് ഫ്രണ്ടില്. അപ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഉസ്താദെ ഇത് വല്ല നടക്കുവോ? മലക്കളൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, 1-2 പേരാണ് ഓരോ ദിവസം മരിക്കുന്നത്, ഒരുപാട് പേരില്ലേ, എല്ലായിടത്തും ചോദിക്കണ്ടേ, പതുക്കെ വരും, വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ കുറെ നേരം വീണ്ടും കഴിഞ്ഞു, മലക്കളൊന്നും വന്നില്ല ചോദിക്കാൻ. അപ്പൊ ഉസ്താദ് വിചാരിച്ചു വരും, ചിലപ്പോ എന്തെങ്കിലും ലീവായിരിക്കും, ചിലപ്പോ നാളെ എന്തെങ്കിലും പറയണ്ട. ഈ പഹയന്മാരെ പിന്നിൽ വെള്ളിയാഴ്ചയും മറ്റു ദിവസവും കയറി ഖബറും മരണമെന്നും പറഞ്ഞ് പള്ളി വെക്കാനും മിനാരം കെട്ടാനൊക്കെ പൈസയൊക്കെ വിളിച്ച് വാങ്ങിച്ചതാ. അതുകൊണ്ട് സമാധാനം പറയണ്ടേ. കുറെ നേരം കഴിഞ്ഞിട്ടും മലക്കുകൾ വന്നില്ല. 2 ദിവസം വരെ ജനങ്ങൾ ഉറക്കമൊഴിഞ്ഞു നോക്കി. ഭക്ഷണമൊക്കെ പള്ളിയിൽ നിന്ന് ഫ്രീയാ. കാരണം സംഘാടക കമ്മിറ്റിക്കാർ വിചാരിക്കുന്നത് ഖബറിൽ ശിക്ഷയൊന്നും ഇല്ലെങ്കിൽ നാളെ വരെ നല്ലപോലെ കൈയിട്ട് വാരാലോ, പൊതുമുതലല്ലേ. ഇത്രയും കാലം വാരിനേക്കാളും സ്പീഡിൽ വാരാ. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ പൈസ എടുത്ത് ഭക്ഷണം ഫ്രീയാ.
കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ നേർച്ചകളൊന്നും നടത്തൂല, മൗലിദില്ല, യാസീനില്ല, ദുആ ഇല്ല, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. അവർക്ക് വലിയ സന്തോഷമായി. അവര് പറഞ്ഞു അൽഹംദുലില്ലാ, കണ്ടില്ലേ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വാപ്പാക്ക് യാസീനോദിനൊക്കെ കണ്ട അതിനകത്ത് ഒന്നുമില്ലടാ. അവർക്ക് വലിയ റാഹത്തായി. അവസാനം പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ നേരെ തിരിഞ്ഞു ഉസ്താദിന്റെ അടുത്ത് വന്നു. ഉസ്താദിനെ ഒന്ന് ഫോൺ വിളിച്ചു. ഹലോ, 4-5 കൊല്ലം കിതാബൊക്കെ പഠിപ്പിച്ച് വലിയ ഷെയ്ഖായിട്ട് നിങ്ങൾ അവിടെ ഇരുന്നോളി, ഇവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ലൈബ്രറിയിലേക്ക് ചെന്നിട്ട് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്, ആ കിതാബ് എടുത്തു നോക്കിയാൽ ഈ ജനങ്ങളുടെ സംശയം മാറുമെന്ന് പറഞ്ഞു. ഉസ്താദ് അങ്ങനെ നേരെ ലൈബ്രറിയിലേക്ക് ചെല്ലുകയാണ്. മനോഹരമായ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. സുബ്ഹാനല്ലാഹ്, കിതാബ് എടുത്ത് നിവർത്തി വെക്കുകയാണ്. ആ കിതാബ് എടുത്ത് നോക്കുമ്പോ അതിന്റെ അകത്ത് പറയുകയാ, ഇന്നാദിഹിൽ ഐനാ ലാ തസ്ലഹു ലിമുശാഹദതി ഉമൂരിൽ ആഖിറ, ഹാദാ ആലമുൻ അസൂത് വഹിയ ആലമു മലകൂത്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, മടയന്മാരായ മനുഷ്യരെ, ഇത് ഏത് ലോകമെന്നറിയോ? നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആലമുനാസൂത്താണ്, ആലമുനാസൂത്താണ്. ഖബർ ജീവിതമെന്ന് പറയുന്നത് ആലമ മലക്കൂത്താണ്. ആ ആലമ മലക്കൂത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആലമിനാസൂത്തിലുള്ളവർക്ക് കാണാൻ കഴിയില്ല. ആലമ മലക്കൂത്തിൽ നടക്കുന്നത് കാണാനുള്ള കഴിവ് ഈ കണ്ണുകൾ കൊണ്ട് ആഖിറത്തിന്റെ കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയില്ല മുസ്ലിമേ. ഖബറിന്റെ അകത്ത് പാമ്പ് വരുന്നത് കാണാൻ കഴിയില്ല, ഖബറിന്റെ അകത്ത് തീ കത്തുന്നത് കാണാൻ കഴിയില്ല, മയ്യത്ത് വാരിയിൽ കോർത്തു പോകുന്ന വിധത്തില് ആ ഖബറിന്റെ 2 ഭിത്തികൾ ഞെരുങ്ങിപ്പോകുന്നത് അറിയാൻ ഈ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നമുക്ക് കഴിയുന്നതല്ല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്ന എത്രയോ മനോഹരമായ വചനങ്ങളാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കണ്ണിന് എന്ത് പവറാണുള്ളത്? നമ്മുടെ കണ്ണുകൾക്ക് ആകാശം പോലും കാണാൻ കഴിയൂല. ഈ സുല്ലിയത്തെ ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട് മുകളിലേക്ക് മലർന്നു നോക്കുമ്പോ കാണുന്നത് ആകാശമല്ല, അതിന്റെ പേര് മുന്തഹ തൊറുപ്പെന്നാണ്, കാഴ്ചയുടെ പരമാവധി. അതിന്റെ അപ്പുറത്തേക്ക് കാണാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാ പ്രിയമുള്ളവരെ ആ കണ്ണുകൊണ്ട് ഖബറിന്റെ രംഗം കാണാൻ പറ്റൂല. നോക്കണ്ട, ക്യാമറ വെച്ചാൽ പരാജയമാണ്, കമ്പ്യൂട്ടർ വെച്ചാൽ പരാജയമാണ്, ആ ഖബറിന്റെ മുകളിൽ കാത്തിരുന്നാൽ പരാജയമാണ്. അതുകൊണ്ട് സർവ്വ അദാബുകളും ഖബറിന്റെ അകത്തുണ്ട്, മറക്കല്ലേ.